ജോലി കഴിഞ്ഞ് നേരെ പോകാനൊരുങ്ങുകയായിരുന്നു ആ മനുഷ്യൻ. അപ്പോഴാണ് ലാബിൽ വാച്ച് വെച്ച് മറന്ന കാര്യം പെട്ടെന്നോർത്തത്. വാച്ചെടുക്കാൻ ശ്രമിച്ചതും ലാബിന്റെ സ്റ്റീൽ വാതിൽ ശബ്ദത്തോടെ അടഞ്ഞു. ആദ്യം അതൊരു പക്ഷേ തന്റെ സഹപ്രവർത്തകരുടെ തമാശയായിരിക്കുമെന്നാണ് അയാൾ കരുതിയത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം കൗണ്ട് ഡൗൺ തുടങ്ങുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം അയാളുടെ സഹപ്രവർത്തകരുടെ ഒരു തന്ത്രമായിരുന്നു. അവർ വാതിലടച്ച് ഒരു സ്വിച്ച് രഹസ്യമായി ഓണാക്കിയിരുന്നു. ഭയന്നുപോയ ആ മനുഷ്യൻ തന്നെ പുറത്തുവിടണമെന്ന് ഭാര്യയോട് അപേക്ഷിച്ചു. എന്നാൽ ശാസ്ത്രത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നത് വലിയ കാര്യമാണെന്നായിരുന്നു ഭാര്യയുടെ മറുപടി. സമയം അതിവേഗം കടന്നുപോവുകയായിരുന്നു. ഇടിമിന്നൽ പോലെ ശബ്ദങ്ങൾ ലാബിനുള്ളിൽ കേട്ടുതുടങ്ങി. ആ മനുഷ്യൻ അത്രയധികം ഭയന്നുപോയിരുന്നു. അടുത്ത നിമിഷം അയാളുടെ മുഴുവൻ അസ്തിത്വവും മാഞ്ഞുപോയി. അയാൾ ചാരമായി മാറി അപ്രത്യക്ഷമായതുപോലെ തോന്നി. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. വൃത്തിയാക്കാൻ വന്ന വാച്ച്മാനങ്കിൾ പെട്ടെന്ന് തന്റെ മുന്നിൽ ഒരു വിചിത്രജീവിയെ കണ്ടു. അവന്റെ ശരീരം മുഴുവൻ നീല വെളിച്ചം പ്രസരിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ അപ്രത്യക്ഷനായി. യഥാർത്ഥത്തിൽ അത് മറ്റാരുമായിരുന്നില്ല, മരണത്തിൽ നിന്ന് തിരിച്ചെത്തിയ അതേ മനുഷ്യനായിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾക്ക് ദൈവങ്ങളെപ്പോലെ തോന്നിക്കുന്ന ശക്തികളുണ്ടായിരുന്നു. അയാൾ കൈവീശിയതും മുന്നിൽ നിന്നിരുന്ന വലിയ ടാങ്ക് തൽക്ഷണം പാഴ്വസ്തുവായി മാറി. അതിശയകരമായ കൂടുതൽ ശക്തികൾ അയാൾക്കുണ്ടായിരുന്നു. തന്റെ വിവിധ രൂപങ്ങളെ ഒരേ സമയം പല സ്ഥലങ്ങളിലേക്ക് അയക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ശക്തിയുടെ കുറച്ച് ശതമാനം മാത്രമായിരുന്നു. ഇതിലെ ഏതെങ്കിലും വാക്കുകൾക്ക് കൂടുതൽ